മഹാജ്ഞാനം 7-ാം അധ്യായം 25 മുതൽ 30 വരെ തിരുവചനങ്ങൾ. ബാരക്കമോർ. അതിൻ്റെ നൈർമല്യം മൂലം അത് ദൈവഭക്തി പ്രാപിക്കുന്നു. സർവാധിപതിയായ ദൈവത്തിൻ്റെ മഹത്വത്താൽ അത് നിലനിൽക്കുന്നു. അതിൽ വ്യാജമില്ല. തന്മൂലം അശുദ്ധമായതൊന്നും അതിനുള്ളിൽ വീഴുകയില്ല. പ്രകാശകിരണമാകുന്നു വിജ്ഞാനം. അത് അക്ഷയമത്രേ. ദൈവദാസന്മാർക്കെല്ലാം അത് മഹത്വത്തിൻ്റെ കണ്ണാടിയാകുന്നു. അത് കൃപയുടെ ഛായാചിത്രമാകുന്നു. അത് ഏകവും സർവശക്തവും ശാശ്വതവുമത്രേ. അതുമൂലമാണെല്ലാം നവീകരിക്കപ്പെടുന്നത്. ദൈവവത്സലരായ പുണ്യവാന്മാരുടെ ആത്മാക്കളെ തലമുറ തോറും അത് സമാധാനപൂരിതമാക്കുന്നു. പ്രവാചകന്മാരെ ഒരുക്കി നിർത്തുന്നത് അതാണ്. വിജ്ഞാനം ആരിലുണ്ടോ അവരെയാണ് ദൈവം സ്നേഹിക്കുന്നത്. അത് സൂര്യനിലും കാന്തിയേറിയത്, സർവ്വനക്ഷത്രമാലകളിലും വിശിഷ്ടമായത്. അത് പ്രകാശത്തിൽ നിന്ന് ഉദയം ചെയ്തു. അതിനേക്കാൾ വിശിഷ്ടവുമാണ്. അതിൻ്റെ പിന്നിലോ രാത്രി അത്രേ. വിജ്ഞാനത്തിന്മേൽ ഒരു തിന്മയ്ക്കും മേൽക്കോയ്മയില്ല. ദൈവമേ, ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുകയും ഇടപെടാതെ നിന്നെ സ്തോത്രം ചെയ്യുവാൻ ഞങ്ങളുടെ ബോധങ്ങളെ പ്രകാശിപ്പിക്കുകയും ചെയ്യണമേ. ആമേൻ.